ഉരുൾപൊട്ടലിന്റെ ഞെട്ടലിൽ നിന്ന് വിലങ്ങാട്ടുകാർ ഇനിയും വിട്ടുമാറിയിട്ടില്ല. അവശേഷിപ്പുകളൊന്നുമില്ലാതെ ഉരുളെടുത്തത് 14 വീടുകളാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുകയാണ് നിരവധി കുടുംബങ്ങൾ. വിലങ്ങാട്ടെ ഉരുൾപൊട്ടലിന് 100-ലേറെ പ്രഭവ കേന്ദ്രങ്ങളുണ്ടെന്നാണ് ഡ്രോൺ സർവേ റിപ്പോർട്ട്. 14 വീടുകൾ പൂർണ്ണമായും ഉരുളെടുത്തു. 112 വീടുകൾ വാസയോഗ്യമല്ല. നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. പക്ഷേ ആ കണക്കിനപ്പുറത്താണ് ദുരിതബാധിതരുടെ ആശങ്ക. 14 വീടുകൾ നിന്ന സ്ഥലത്ത് അവയുടെ അവശിഷ്ടങ്ങൾ പോലുമില്ല. സോണിയെപ്പോലുള്ളവരുടെ ഒരായുസിന്റെ അധ്വാനമാണ് ഉരുൾ കൊണ്ടുപോയത്. ഇനി എന്ത് എന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഒന്നും പറയാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ തന്നെ. ആകെ എല്ലാം പോയില്ലേ. ഇനിയിപ്പോൾ ഒന്നേം തുടങ്ങണമല്ലോ. നമ്മൾ 10 വർഷത്തെ സ്വന്തമായിട്ട് ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ വീട് 10 വർഷമായി. എൻ്റെ തറവാട്ട് വീട് അവിടെയായിരുന്നു. 70 വർഷമായിട്ട് അവർ താമസിച്ചിരുന്നു അവിടെ. ഞാനൊക്കെ ഉണ്ടായത് ഇവിടെ തന്നെ, ആ വീട്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഇത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളും ആ സ്ഥലവും. അവിടേക്കൊന്നും ഇനി വാസയോഗ്യമല്ല. ഇനിയിപ്പം വീട് വെക്കാനൊരു സ്ഥലം കണ്ടെത്തി വീട് വെച്ച് ഇനി ഒന്നേന്ന് എല്ലാ കാര്യവും ജീവിതം തുടങ്ങണം. അതുകൊണ്ട് എന്തെന്നുള്ളൊരു ചോദ്യം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിന് മുമ്പിലാണ് ഒരു 10 ലക്ഷം രൂപയോളം ബാങ്ക് ബാധ്യത നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മൾ നമ്മുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് എടുത്ത ലോണും ഇങ്ങനെ നിൽക്കുകയാണ്. ബദൽ സംവിധാനം ഒരുക്കാതെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു എന്ന പരാതിയും ഉയർന്നു. ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എന്താക്കുന്നത് ആ ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്നിട്ട് പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. ആ സ്ഥിതിക്ക് നമുക്ക് വലിയ സംവിധാനം കാണിച്ചു തരണ്ടേ. നമ്മളിപ്പോൾ വെച്ചാൽ നമ്മള് വെല്ലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെയായിരുന്നു നമ്മളിപ്പോൾ ഇത്രയും ദിവസം ക്യാമ്പായത്. ഞായറാഴ്ച ആയിരുന്നു ക്യാമ്പ് പിരിച്ചുവിട്ട്. പിറ്റേ ദിവസം ഒരു ദിവസം കൂടി നിന്നോന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തില്ല, നമുക്ക് വലിയ സംവിധാനം കാണിച്ചു തന്നിട്ടില്ല. എന്നാൽ ഈ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് വാണിമേൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചു. കൂടുതൽ പരാതിയായി മുന്നോട്ട് വന്ന സാബു നന്ദിക്കാട് എന്ന് പറയുന്ന ആൾക്ക് 2 ദിവസം മുമ്പ് നമ്മൾ വീട് അലോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആ വീട് ക്ലീൻ ചെയ്ത് പോകാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ആ ക്യാമ്പിൽ നിൽക്കുന്നത്. പിന്നെ വേറെ ഒരു പരാതി പറഞ്ഞ ആൾ പപ്പനാണ്. അയാൾ KSRTC ബസ് കണ്ടക്ടറാണ്. അദ്ദേഹത്തിന് ഇന്നലെ മെനിഞ്ഞാന്ന് ഞായറാഴ്ച വൈകുന്നേരം ഇവിടുന്ന് സെക്രട്ടറി 12 ദിവസത്തെ ക്യാമ്പിൽ സുഖസുന്ദരമായി താമസിച്ചതിന്റെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അയാൾ ഡ്യൂട്ടിക്ക് ഹാജരാവാതെ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാതെ ജീവിച്ച ആളാണ്. അദ്ദേഹത്തിന് നമ്മൾ 12 ദിവസത്തെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അവരൊക്കെയാണ് പരാതി പറഞ്ഞിരിക്കുന്നത്. ഏത് അടിസ്ഥാനത്തിലാണ് പരാതി പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പ്രദേശത്ത് വിദഗ്ധ സംഘത്തിന്റെ പരിശോധന നിലവിൽ തുടരുന്നുണ്ട്. 2019-ലും വിലങ്ങാട്ട് ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. അന്ന് 4 പേർക്കാണ് ജീവൻ നഷ്ടമായത്. വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായതിൽ ശാസ്ത്രീയ പഠനം നടത്തുന്നുണ്ട്. ഈ പ്രദേശം ഇനി വാസയോഗ്യമാണോ എന്നും പരിശോധിക്കും. റിപ്പോർട്ട് ഉടൻ ജില്ലാ കളക്ടർക്ക് കൈമാറും. വിലങ്ങാട്ടെ ദുരന്ത മേഖലയിൽ വിദഗ്ധ സംഘം നടത്തുന്ന പരിശോധനാ റിപ്പോർട്ട് നിർണായകമാണ്. ദുരിതബാധിതരുടെ പുനരധിവാസം, അവർക്ക് ഈ പ്രദേശത്ത് തന്നെ താമസിക്കാൻ കഴിയുമോ, ഇത്തരം കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും. ഈ മാസം 20-നകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വിലങ്ങാട് നിന്ന് പ്രജുൽ സുരേഷിനൊപ്പം മിഥില ബാലൻ, 24. ഇതിനിടെ ബിജു ഒരു വിമർശനം പറയുന്നുണ്ട്. ബംഗ്ലാദേശ് കൂട്ടക്കൊല നിങ്ങൾ കണ്ടില്ലേ എന്നുള്ളതാണ് ചോദ്യം അദ്ദേഹത്തിന്റെ. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട അത്തരം വാർത്തകൾ കത്തിപ്പടർന്ന സമയത്ത് നമ്മൾ ആ വാർത്തകൾ നൽകിയതാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ബിജു നോക്കിയപ്പോൾ ഒരു പക്ഷേ കണ്ടില്ല എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ വാർത്തകൾ, അതിന് കൃത്യമായ ഫോളോ അപ്പുകളൊക്കെ 24 നൽകിയിരുന്നതാണ് എന്ന് താങ്കൾ ഓർക്കുമല്ലോ.